2001 കേരളത്തിലെ ഫോറസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാല് നികുതിയേതര വരുമാനം അഥവാ നോൺ ടാക്സ് റവന്യൂവിന്റെ 21%. ഒന്നോടെ പറയട്ടെ, ഫോറസ്റ്റിൽ നിന്ന് നമുക്കിന്ന് ഫോറസ്റ്റ് വനവിഭവ വനമേഖല വനവകുപ്പിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് നികുതിയേതര വരുമാനത്തിന്റെ അഥവാ നോൺ ടാക്സ് റവന്യൂവിന്റെ 21%. ഈ വർഷത്തെ ആ മേഖലയിൽ നിന്നുള്ള വരുമാനം ഞാൻ നോക്കി ബജറ്റ് ഡോക്യുമെന്റിൽ. അപ്പോഴാണ് സങ്കടം തോന്നിയത്. 1.69%. നോൺ ടാക്സ് റവന്യൂവിന്റെ 1.69%. നമ്മുടെ വനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ വനങ്ങൾ കുറഞ്ഞിട്ടില്ലല്ലോ. വനങ്ങൾ കുറഞ്ഞതായിട്ട് എവിടെയും പറയുന്നില്ല. അപ്പൊ തന്നെയല്ല, കാട്ടുമൃഗങ്ങളുടെ ഒക്കെ ശല്യം എത്രയോ കൂടി. അങ്ങനെ കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതായത് നമുക്ക് ഓർമ്മ വേണം ഏതൊക്കെ തരം മരം മുറി വിവാദങ്ങളാണ് ഈ ഗവൺമെന്റ് വന്ന ഈ 9 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ സുഗന്ധഗിരി വനമുറി, അത് ഏറ്റവും അവസാനം വന്ന വനമുറിയാണ്. മുട്ടിൽ മരമുറി, ഇങ്ങനെ എത്രയെത്ര വനമുറി കേസുകളാണ് നടന്നത്. ആ കേസുകളൊക്കെ എന്താണ് കാണിക്കുന്നത്? അതായത് സ്വർണം നമുക്ക് കായ്ച്ചു തന്നുകൊണ്ടിരുന്ന വനമേഖലയെയാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങള് വെട്ടി വെളുപ്പിച്ച് ആ വരുമാനം മുഴുവനും സ്വന്തം പോക്കറ്റിലാക്കി കൊണ്ടുപോയത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഗവൺമെന്റ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഗവൺമെന്റ് ഇതൊക്കെ അറിയാമായിരുന്നു. ഗവൺമെന്റിന് ബിനാമികൾ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയെ ഒന്നും നമുക്ക് ഒരു കാരണവശാലും സംരക്ഷിക്കാൻ ഒക്കില്ല. ഇവരൊക്കെ കണക്ക് പറയേണ്ടതാണ്. 2021 ഉണ്ടായിരുന്ന വനം വകുപ്പിൽ നിന്നുള്ള നികുതിയേതര വരുമാനം 1.69% ആയിട്ട് കുറഞ്ഞു പോയെങ്കിൽ ഈ മുട്ടിൽ മരമുറി പോലെ, സുഗന്ധഗിരി മരമുറി പോലെയുള്ള മരമുറികളും മറ്റതുപോലെയുള്ള കള്ളങ്ങളും, അതായത് വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരം കൊള്ളകളും കൊള്ളിവയ്പ്പുകളും എല്ലാം, അതൊക്കെ കാരണമാണ് ഇത്രയധികം വരുമാനം കുറഞ്ഞു പോകാനുണ്ടായ കാരണം. അപ്പം എവിടെ നിന്നൊക്കെ കുറഞ്ഞാലും ഈ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. അതും നിന്നു പോകുന്ന ഒരു ലക്ഷണം വരുമ്പോഴാണ് ധനമന്ത്രി ആകുലപ്പെടുന്നത്. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും കൂടി പറയാ, ഈ ഫോറസ്റ്റ് റവന്യൂവിന്റെ 2000 റവന്യൂ 21% 1.6% പോയി. അതും താങ്കൾ ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് ഇങ്ങനെ കുറഞ്ഞു പോയത്? എങ്ങനെയാണ് അത് കുറവ് ഇനി ഉണ്ടാകുന്നില്ല, ഇനി വരില്ല, മരം കൊള്ളയോ കാടുകൊള്ളയോ ഒന്നും ഇനി നടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ക്വാറി മാഫിയ തന്നെ, ഓർമ്മിക്കണം നമ്മള്, ക്വാറി മാഫിയ തന്നെ, അത് പിന്നെ വനത്തിന്റെ ഇതിലല്ല വരേണ്ടത് ക്വാറി മാഫിയയുടെ റവന്യൂ. ക്വാറി മാഫിയയെ പറ്റി അതുകൊണ്ട് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. പക്ഷെ വനമേഖലയിലുള്ള ക്വാറികൾ അത് തീർച്ചയായിട്ടും വനം വകുപ്പിന്റെ കീഴിലാണ് വരേണ്ടത്. ആ വനമേഖലയിലുള്ള ക്വാറികൾ പോലും ഇവിടെ വലിയ തോതിൽ മോഷണം ചെയ്യപ്പെടുന്നു, ലീഗൽ ക്വാറിയിങ് നടക്കുന്നു എന്ന് ഗാഡ്ഗിൽ 2012 അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടില്. അതൊക്കെ നമ്മുടെ മന്ത്രിമാരെടുത്ത് വായിക്കണം, അല്ലെങ്കിൽ വകുപ്പുകൾ വായിക്കണം. മന്ത്രിമാർക്ക് എല്ലാം വായിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം വാങ്ങിച്ച് മേലി നടിച്ച് നടക്കുന്ന സർക്കാർ ജീവനക്കാരില്ലേ, അവരിതൊക്കെ വായിച്ചു പഠിക്കണം. എവിടെ നിന്നാണ് വരുമാന സമാഹരണം നടത്തേണ്ടത്? ലോട്ടറിയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് ഇരിക്കേണ്ടത്? നികുതിയേതര വരുമാനത്തിന്റെ 74% ലോട്ടറിയിൽ നിന്നാണോ വരേണ്ടത്? മറ്റു വിഭാഗങ്ങളൊക്കെ എവിടെ പോയി എന്ന് നോക്കുക, അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ചുമതല അത് ഈ പറയപ്പെട്ട വകുപ്പുകൾക്ക് എല്ലാം ഉണ്ട്. വകുപ്പ് മേധാവികൾക്കും ഉണ്ട്. ഓരോ വകുപ്പിനും മേധാവിയായിട്ടൊരു IAS ഉണ്ടെന്നുള്ളതും ഓർക്കണം. ആ IAS ഈ പറയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പോലെയോ അല്ലെങ്കിൽ B അശോകിനെ പോലെയൊക്കെ ഉള്ളവരെ നമ്മൾ കണ്ടുപഠിക്കണം. അത് രാജു നാരായണ സ്വാമി, അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. IAS ഓഫീസർ എല്ലാവരുടെയും കാല് നിന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമല്ല, എപ്പോഴും താഴ്ത്തി വിടുകയാണ് രാജു നാരായണ സ്വാമി. പക്ഷെ അദ്ദേഹം ആണുങ്ങളെ പോലെ, നട്ടലുള്ളവരെ പോലെ അതിനോട് പടവെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആരും നിൽക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് വ്യവസ്ഥിതിയെ ശരിയാക്കാൻ പറ്റുക.